രോഹിതേട്ടാ, കപ്പ കഴിച്ചാൽ പ്രശ്നമാകുന്ന കഥകൾ കേട്ടിട്ടുണ്ടോ? അതെ. KC വേണുഗോപാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് തൊഴിലുറപ്പ് ചെയ്യുന്ന സ്ത്രീകൾക്കൊപ്പം ഇരുന്ന് കപ്പ കഴിച്ചു. അപ്പോൾ അതിനെ ട്രോളുന്ന ആൾക്കാരുടെ എണ്ണം ചെറുതൊന്നുമല്ല. കുറച്ച് കപ്പ കഴിച്ചാൽ, സാധാരണ മനുഷ്യരുടെ കൂടെ ഇരുന്ന് കുറച്ച് കപ്പ കഴിച്ചാൽ ഇത്രയധികം വിഷയമാകുമെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കപ്പ കഴിച്ചതല്ല വിഷയം. വിഷയം കഴിച്ചത് KC വേണുഗോപാലാണ് എന്നുള്ളതാണ് വിഷയം. നമുക്ക് ഒരു നേതാവ്, നമ്മളിത് ഒരിക്കലും ഒരു ചർച്ചയുടെ ഭാഗമായി പറഞ്ഞു പോയതാണ്. കഴിഞ്ഞ ദിവസമാണ് മാതൃഭൂമിയിൽ ഒരു വാർത്ത ഞാൻ ശ്രദ്ധിക്കുന്നത്. മാതൃഭൂമിയിൽ പറയുന്നത്, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടം UDF ഉണ്ടാക്കാൻ പറ്റിയത് കൊണ്ട് ആ ധൈര്യം ഏറ്റെടുത്തുകൊണ്ട് നേതാക്കന്മാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. അതിൽ അവർ പറയുന്ന 2 വീഡിയോകളാണ്. ഒന്ന്, KC വേണുഗോപാൽ തൊഴിലുറപ്പ് സ്ത്രീകളുമായി ഇരുന്നുകൊണ്ട് നിരത്തിരുന്നുകൊണ്ട് അവരോടൊപ്പം ആഹാരം കഴിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്ന ഒരു വീഡിയോ. 2 എന്ന് പറയുന്നത്, VD സതീശൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ മക്കളുണ്ടായിരുന്ന ഗൺമാന് വേണ്ടി കരുതിയിരുന്ന ഉച്ചഭക്ഷണം ഗൺമാൻ ഓൾറെഡി ആഹാരം കഴിച്ചിട്ട് വന്നുകൊണ്ട് സഹയാത്രികർക്ക് കൊടുത്തു. ഇവർ ആഹാരം കഴിക്കുന്ന ഒരു വീഡിയോ. ഇനി രമേശ് ചെന്നിത്തലയുടെ വീഡിയോ എന്ന് വരും എന്ന് ചോദിച്ചുകൊണ്ടാണ് മാതൃഭൂമി ഇത് അവസാനിപ്പിക്കുന്നത്. രമേശ് ചെന്നിത്തല ഈ കളവൊക്കെ പണ്ടേ വിട്ടതാണ്. കണ്ണു കാണാൻ വയ്യാത്ത പട്ടി, അങ്ങനെ പല വീഡിയോകൾ രമേശ് ചെന്നിത്തല ഇതിനു മുമ്പും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി എന്താണ് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടോ ഒന്നുമല്ല. ഈ നേതാക്കന്മാരൊന്നും ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല ഈ പരിപാടിയൊക്കെ തുടങ്ങിയത്. KC വേണുഗോപാലിനെ സംബന്ധിച്ച്, KC വേണുഗോപാലിലേക്ക് അദ്ദേഹമാണല്ലോ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ട്രോൾ ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹത്തിനോട് ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളുടെ ഉത്തരം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രാവിലെ ഞാനിത് ചർച്ചയ്ക്ക് മേഖല എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇതിനെക്കുറിച്ച് ബ്രൗസ് ചെയ്യുമ്പോൾ T21 എന്ന് പറയുന്ന സൈബർ ഇടമുണ്ടല്ലോ, പക്ക ഇടതുപക്ഷത്തിന്റെ സൈബർ ഇടം, എനിക്ക് തോന്നുന്നു AKG സെന്ററിൽ നിന്നുകൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്തൊരു ചാനലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ചാനൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത്. അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, KC വേണുഗോപാൽ കപ്പ തിന്നുന്ന വീഡിയോ കണ്ട മാധ്യമങ്ങൾ ഇടതുപക്ഷം ഈ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ നടത്തിയ സമരങ്ങൾ കാണാതെ പോയി എന്നുള്ളതാണ്. അതിൽ പറയുന്ന ഒരു വാചകമാണ്, കേരളത്തിലും ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും CPM നടത്തിയ സമരങ്ങൾ എന്നാണ് പറയുന്നത്. ദേശീയ തലത്തിൽ എത്ര സംസ്ഥാനങ്ങളിൽ ഈ പാർട്ടിക്ക് 10 പേരെ കൂട്ടാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ആ ചാനലിന്റെ അവതാരകരും ആ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത മറ്റൊരാളാണെങ്കിൽ അവരും അതിന്റെ എഡിറ്റോറിയൽ ബോർഡും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. ഇനി അവർ കുറ്റം പറയുന്നുണ്ട്, KC വേണുഗോപാലിന്റെ നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്ത് BMW ഷോറൂമിൽ വണ്ടി ഓടിച്ച് കളിക്കുകയായിരുന്നു ഒരു കുറ്റപ്പെടുത്തൽ കൂടി ആ ഇടത് സൈബർ നടത്തുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലയോ പ്രിയപ്പെട്ട കുഞ്ഞു സഖാവേ, രാഹുൽ ഗാന്ധി ഈ പറയപ്പെടുന്ന KC വേണുഗോപാലിന്റെ മാത്രം പ്രതിപക്ഷ നേതാവല്ല, CPM ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് എന്ന കാര്യം ഒന്ന് വിമർശനത്വമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കണം എന്നുള്ളതാണ്. ഈ ബില്ല് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ, ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ കൃത്യമായി അവിടെ വാക്കുയർത്തിക്കൊണ്ട് എതിർത്ത നേതാവിന്റെ പേര് തന്നെയാണ് KC വേണുഗോപാൽ. KC വേണുഗോപാൽ ഇവിടുത്തെ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കി അവരോടൊപ്പം സംസാരിക്കുക മാത്രമല്ല ചെയ്തത്, ലോക്സഭയിൽ കൃത്യമായി അദ്ദേഹത്തിന്റെ പ്രതിഷേധം രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കും വേണ്ടി പ്രതിനിധി എന്ന നിലയിൽ കൃത്യമായി സംസാരിച്ചിട്ടുള്ള, എതിർപ്പറിയിച്ചിട്ടുള്ള നേതാവ് തന്നെയാണ് KC വേണുഗോപാൽ. വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി ചെയ്തതല്ല. ആലപ്പുഴ മണ്ഡലത്തിൽ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ലോക്സഭാ അംഗം എന്ന നിലയിലും കോൺഗ്രസിന്റെ ദേശീയ ചുമതലയുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിലും അദ്ദേഹത്തിന് മണ്ഡലത്തിൽ കിട്ടുന്ന സമയങ്ങൾ വളരെ തുച്ഛമായിരിക്കും. എങ്കിലും കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സ്വന്തം മണ്ഡലത്തിലേക്ക് ഓടിയെത്തുന്ന നേതാവ് തന്നെയാണ് KC വേണുഗോപാൽ. ഇനി അദ്ദേഹം നിലത്തിരുന്നതിനെ പറ്റിയും അദ്ദേഹം കപ്പ കഴിച്ചതിനെ പറ്റിയും അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കുത്തിയിരുന്ന മൈക്കിനെ പറ്റിയും വിമർശിക്കുന്നവർ KC വേണുഗോപാൽ ആലപ്പുഴയിൽ ഉള്ളപ്പോൾ ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന KC വേണുഗോപാലിന്റെ ഓഫീസിലേക്ക് ചെല്ലണം. രാവിലെ തന്നെ അദ്ദേഹത്തെ കാണാൻ, പ്രശ്നങ്ങൾ പറയാൻ, സന്തോഷങ്ങൾ പങ്കിടാൻ, സങ്കടങ്ങൾ പങ്കിടാൻ, അല്ലെങ്കിൽ പ്രശ്നപരിഹാരത്തിനായി അവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു വലിയ ജനക്കൂട്ടമുണ്ട് അദ്ദേഹം നാട്ടിലുള്ള സമയങ്ങളിൽ. അവരോട് ആ മനുഷ്യൻ എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കണം. അവർക്കിടയിൽ അവരിൽ ഒരാളായി നിന്നുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട്, അവരുടെ വിഷമങ്ങൾ കേട്ടുകൊണ്ട്, അവരുടെ സന്തോഷത്തിൽ പങ്കാളിയായിക്കൊണ്ട് KC വേണുഗോപാലിനെ അവിടെ കാണാൻ സാധിക്കും. അത്തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന KC വേണുഗോപാൽ മാത്രമല്ല ഒട്ടനവധി ജനപ്രതിനിധികൾ എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. പക്ഷേ KC വേണുഗോപാലിന്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ കാഴ്ചയാണിത്. മാധ്യമങ്ങൾ, ഈ വിമർശിക്കുന്ന മാധ്യമങ്ങൾ അതുകൂടി ഒന്ന് കാണണം. ഇനി നിങ്ങളുടെ പ്രശ്നം എന്താ? തിരഞ്ഞെടുക്കപ്പെട്ട ഇതിപ്പോ സുരേഷ് ഗോപി വിഷയത്തിൽ സുരേഷ് ഗോപി കലങ്ങ് ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പഞ്ചായത്തിലും പോയി കലങ്ങിലിരുന്നുകൊണ്ട് വീഡിയോ ചെയ്തപ്പോഴും മാധ്യമങ്ങൾ ഇത്തരത്തിൽ അദ്ദേഹത്തെ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ വിമർശിക്കാനുള്ള പല കാര്യങ്ങളും സുരേഷ് ഗോപിയായിട്ട് അതിൽ ഇട്ടുകൊടുത്തു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ഒരു നേതാവ്, ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു നേതാവ്, അവനെ വോട്ട് ചെയ്ത ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നത് ഇത്ര വലിയ അപരാധമാകുന്നത് എങ്ങനെയാണ്?
ഇനി ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണോ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഒരവകാശവാദവും ഉന്നയിക്കാൻ കഴിയാത്ത നാഷണൽ ഹൈവേകൾ ഇവിടെ നിർമ്മിച്ചു നൽകിയ കേന്ദ്ര സർക്കാരിൻ്റെതാണല്ലോ നാഷണൽ ഹൈവേ. കേരളം അതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് ഒരാവശ്യവും ഇല്ലാതെ ലക്ഷങ്ങൾ മുടക്കി റീൽസ് ചിത്രീകരിച്ച് ഇത് മുഴുവൻ എൻ്റെ ക്രെഡിറ്റ് ആണെന്നും ആ ദേശീയപാത തകരുമ്പോൾ ഇത് മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ തലയിൽ വിട്ടു കൊടുക്കുന്ന ഒരു മന്ത്രി കേരളത്തിലുണ്ടല്ലോ. അയാളുടെ PR പ്രൊമോഷനുകളെ പറ്റി നിങ്ങൾ എന്താണ് പറയാത്തത്? മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന്റെ PR പ്രൊമോഷന് വേണ്ടി എത്ര ലക്ഷം രൂപ ഖജനാവിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്? നിങ്ങൾ വിവരങ്ങൾ എടുത്തു വെച്ച് നോക്ക്. ഇത് സ്വാഭാവികമായും ഒരു നേതാവ് അയാൾ നടത്തുന്ന എല്ലാ ഇടപെടലുകളെ പറ്റിയും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കും. VD സതീശൻ ഈ ആഹാരം പങ്കുവെക്കുന്ന വീഡിയോ ഞാൻ ആദ്യം കാണുന്നത് VD സതീശന്റെ കൂടെയുള്ള എനിക്ക് തോന്നുന്നു പേഴ്സണൽ സ്റ്റാഫ് അംഗമായ അജ്മലിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയിട്ടാണ് ഞാൻ ആ വീഡിയോ ആദ്യം കാണുന്നത്. ഈ പറയപ്പെട്ട KC വേണുഗോപാലിന്റെ ഈ വീഡിയോ എനിക്ക് ആദ്യം അയച്ചു തരുന്നത് ഷാജഹാൻ എന്ന് പറയുന്ന കൊല്ലത്തുള്ള ഒരു ഓൺലൈൻ മാധ്യമപ്രവർത്തകനാണ്. ഷാജാനൊക്കെയാണ്. ഷാജാനൊക്കെ എനിക്ക് അയച്ചിട്ട് രോഹിത് ഞാൻ KC വേണുഗോപാൽ കാണാൻ പോയായിരുന്നു, അപ്പൊ അദ്ദേഹം ഇങ്ങനെ പരിപാടിക്ക് പോയി ഞാൻ വീഡിയോ എടുത്ത് എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എനിക്ക് അയച്ചു തരാണ്. വളരെ സന്തോഷത്തോടെ അയച്ചു തരാണ്. ഈ പുള്ളി കോൺഗ്രസ് അനുഭാവിയൊന്നുമല്ല. ഈ പുള്ളി ഞാൻ മനസ്സിലാക്കുന്നത് ഇടത് രാഷ്ട്രീയം പേർന്നൊരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചാനലാണ് ഓൺലൈനിൽ വലിയ രീതിയിൽ ഫേസ്ബുക്കിൽ വൈറലായത്. പിന്നീടാണത് ചർച്ചയായി തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു PR പ്രൊമോഷന്റെ ഭാഗമായി ചെയ്തൊരു വീഡിയോ അല്ല എന്നുള്ളത് 100% നമുക്ക് ഉറപ്പാണ്. ഇനി PR ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങളുടെ നേതാക്കന്മാർ PR ചെയ്യാത്തവരാണോ? PR കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന BJP എന്ന് പറയുന്ന ഒരു പാർട്ടി പോയ കാലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UPA സർക്കാരുകൾ ഉണ്ടാക്കിയ പദ്ധതികൾക്ക് പേര് മാറ്റി PR വർക്കിലൂടെ നരേന്ദ്രമോദിയുടെ പടം വെച്ച് ഇതെല്ലാം നരേന്ദ്രമോദിയുടെ പദ്ധതികളാണെന്ന് ബ്രാൻഡ് ചെയ്തൊരു പാർട്ടി കേന്ദ്രം ഭരിക്കുമ്പോൾ PR വർക്കുകളിലൂടെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ജനങ്ങളുടെ ദുരിത സമയത്ത് ജനങ്ങൾക്ക് കൊടുത്ത ഭക്ഷ്യവസ്തുക്കൾ വരെ സ്വന്തം പിണറായി വിജയന്റെ എന്തോ വലിയ ഔദാര്യമാണെന്ന് ചിത്രീകരിച്ച് തുടർഭരണത്തിൽ ഏറ്റുവാങ്ങിയ മറ്റൊരു പാർട്ടിയുടെ പ്രവർത്തകർ. ഇവരാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ അതിക്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ കാണാതെ പോയൊരു വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഈ മാതൃഭൂമിയിലൊക്കെ വരേണ്ടത്. അതിനി അത് കഴിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. പുതുപ്പള്ളി MLA ആയിരിക്കുന്ന ചാണ്ടിയുമൻ ഇതുപോലെയാണ്. ചാണ്ടിയുമൻ എന്ത് ചെയ്താലും ചാണ്ടിയുമന്റെ ഫോളോവേഴ്സ് അത് ഇൻസ്റ്റാഗ്രാമിലോ അവിടെ ഇവിടെയൊക്കെ ഇടുന്ന ഒരാളാണ്. ചാണ്ടിയുമൻ അവിടെ ഒരു ജനപ്രതിനിധി മരണപ്പെട്ടു. ആ വീട്ടിൽ ചെന്നപ്പോൾ ചാണ്ടിയുമൻ മൈക്കെടുത്ത് വെച്ച് രാമായണ പാരായണം നടത്തി. അതും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയാണെന്ന് നിങ്ങളങ്ങ് കൊടുക്കുന്നേ. പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ചാണ്ടിയുമനെ അങ്ങോട്ട് മുഖ്യമന്ത്രിയായിട്ട് ഇവർ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ അതും കൂടി ഇവർ ഉൾപ്പെടുത്തിയതായിരുന്നു ഈ വിമർശനത്തിൽ. അപ്പൊ അദ്ദേഹം ചെല്ലുന്നു, മരണപ്പെട്ട ആളുടെ മതവിശ്വാസ പ്രകാരം രാമായണ പാരായണം ചെയ്യുക എന്നുള്ളത് ഹൈന്ദവ സഹോദരങ്ങളുടെ എല്ലാ വീട്ടിലുള്ളൊരു ശീലമാണ്. ഞാൻ അതിനെ കാണുന്നത് എന്താണ്? ക്രൈസ്തവ കുടുംബത്തിൽ പിറന്ന ചാണ്ടിയുമ്മൻ അന്യമതങ്ങളെ കൂടി അംഗീകരിച്ചുകൊണ്ട് ആ വിശ്വാസങ്ങളിൽ കൂടി ഭാഗവാക്കാകുന്നു എന്നാണ് കാണേണ്ടത്. അപ്പൊ അതും കൂടി നിങ്ങൾ എന്താ ഇതിനകത്ത് എടുത്തു വെച്ച് കൊടുക്കാൻ? അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ നേതാക്കന്മാരും, ഏത് നേതാക്കന്മാരാണ്? എല്ലാ നേതാക്കന്മാരും. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ സ്വന്തമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് വെച്ച് പൈസ മുടക്കി പാട്ടുണ്ടാക്കിയിട്ട് പുള്ളിയുടെ PR വർക്കുകൾ നിറഞ്ഞു നിൽക്കുകയാണ് ഇൻസ്റ്റാഗ്രാം. രാജീവിനെ വിളിക്കണം, ഇവിടെ എന്തൊക്കെയോ നടക്കുമെന്ന് പറഞ്ഞു. ഒരു കോർപ്പറേഷൻ പിടിച്ചത് വെച്ചിട്ടാണ് ഒരു സംസ്ഥാന അധ്യക്ഷന്റെ വില അവർ ഇളക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇടതുപക്ഷവും BJPയും വലിയ രീതിയിൽ ഇതിനെ ട്രോളുന്നുണ്ട്. ഇനി ജനകീയനായ ഒരു ആൾ, അല്ലെങ്കിൽ പോട്ടെ ഒരു ജനപ്രതിനിധി മുഖം കണ്ടാൽ 10 പേർ ആ വീഡിയോ കാണുമെന്ന് മാധ്യമപ്രവർത്തകർക്ക് തോന്നലുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ആലുവയിലേക്ക് രാവിലെ വരികയാണ്. ഞാനൊരു ഉദാഹരണം പറയാണ്. ഞാൻ വരുന്ന വഴിക്ക് VD സതീശൻ ഒരു ചായക്കടയിൽ കാപ്പി കുടിക്കാൻ നിൽക്കുന്നിരിക്കട്ടെ. ഞാൻ എൻ്റെ കൂടെ ക്യാമറാമാനോ എൻ്റെ വണ്ടി ഓടിക്കുന്ന ഒരാളോ ഉണ്ടെങ്കിൽ ഞാൻ പറയും, എടാ ഒരു മൈക്ക് കുത്തി വെച്ചിട്ട് ഒരു ബൈറ്റ് എടുക്കടാ, ഓടും. സ്വാഭാവികമായിട്ടും അത് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് സാധാരണ ചായക്കടയിൽ നിൽക്കുന്ന ഒരു കണ്ടന്റാ. KC വേണുഗോപാൽ ഒരു സാധാരണ ഹോട്ടലിൽ പോയി വീഡിയോ ചെയ്യുന്നത് ഒരു കണ്ടന്റാ. കാരണം ജനങ്ങൾ ഇത് ഏറ്റെടുക്കുന്നുണ്ടെന്നേ. ഇപ്പൊ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ചായ കുടിക്കാൻ വണ്ടി നിർത്തുക, അയാളുടെ സ്വകാര്യമായൊക്കെ ചായ കുടിക്കണം എന്ന് തോന്നുമ്പോഴാണ് വണ്ടി നിർത്തുന്നത്. ഇത് ചാനലുകാർ എടുക്കുന്നത് എന്താ? ഇത് ജനങ്ങൾ കാണും, ഇത് അത്ഭുതത്തോടെ നോക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് അത്ഭുതമാകുന്നത്? അവിടെയാണ് പ്രശ്നം. ഇത് അത്ഭുതമാകുന്നിടത്താണ് ഈ ജനാധിപത്യം നശിക്കുന്നത് എന്നുള്ളതാണ്. ജനകീയമായി തിരഞ്ഞെടുക്കപ്പെടുന്ന, ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെല്ലാം ചില്ലുമേടയിൽ ഇരുന്ന് ഭരണം നടത്തുന്നവരാണ് എന്നൊരു തോന്നൽ പോയ കാലങ്ങളിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പിണറായി വിജയൻ സഖാവ് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് മനസ്സിൽ ധൈര്യത്തോടുകൂടി അദ്ദേഹത്തിന് നേരെ മൈക്ക് ചൂണ്ടാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ പോക്കറ്റിൽ മൈക്ക് വെച്ച് കൊടുക്കാൻ പറ്റുമോ? ഷട്ടിലൊന്ന് തൊടാൻ പറ്റുമോ? ഇല്ല. മരുമകൻ അല്ലാതെ മറ്റാർക്കെങ്കിലും ഒരു കാലത്ത് കറുത്ത ഷർട്ട് ഇടാനുള്ള അധികാരം ഉണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ എത്ര പേർക്ക് സാധിച്ചു? അദ്ദേഹത്തിന്റെ പോകുന്ന അദ്ദേഹം വാഹന വ്യൂഹം കൊണ്ട് പോകുമ്പോൾ ഒരു ആംബുലൻസിന് ആ ട്രാഫിക് സിഗ്നലിൽ തെറ്റിച്ച് കയറാൻ സാധിക്കുമോ ഈ നാട്ടില്? ഇനി പത്തനാപുരം MLA KB ഗണേഷ് കുമാർ, പുള്ളി എവിടെ പോയാലും പുള്ളിയുടെ ഇവിടം മുതൽ ഇവിടം വരെ കടന്നൽ കൂട് കുത്തിയതുപോലെ മൈക്കുകളാണ്.
കാര്യം എന്താ, പുള്ളിയുടെ വാക്കുകൾ കേൾക്കാൻ സോഷ്യൽ മീഡിയയിൽ ആളുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. ചാനലുകാരെ കുറ്റം പറഞ്ഞില്ല. ഞങ്ങളുടെ നാട്ടിലൊരു ചാനലുണ്ട് GCN പണ്ട് മുതലേ ഉള്ള കേബിൾ നെറ്റ്വർക്കാണ്. അപ്പോൾ GCNൽ എപ്പോഴും നല്ല വാർത്തകൾ വരും, നല്ല കണ്ടന്റുകൾ ചെയ്യുന്ന അനന്തുമാണ് ഇപ്പോൾ അതിന്റെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്നത്. പ്രിയപ്പെട്ട സുഹൃത്താണ്. അനന്തുവിന്റെ ചാനലിൽ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട കുറെ വാർത്തകൾ വരും, വില്ലേജ് വാർത്ത, അങ്ങനെ പത്തനാപുരം കേന്ദ്രീകരിച്ചിരിക്കുന്ന കുറച്ച് നല്ല ചാനലുകളുണ്ട്, നല്ല റീച്ചുള്ള ചാനലുകൾ. ഈ പത്തനാപുരം വിട്ട് പുറത്തുള്ളവർ വിചാരിച്ചിരിക്കുന്നത് ഗണേഷ് കുമാർ കേബിൾ നെറ്റ്വർക്ക് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം എന്നാ. അപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അളിയന്റെ നാട്ടിലല്ലേ GCN, ഗണേഷ് കുമാറിന്റെ ചാനലല്ലേ, അളിയൻ അവിടെ ജോലി ചെയ്തുകൂടെ പണ്ട് ഇത് തുടങ്ങിയ സമയത്ത്? ഞാൻ പറയാം, GCN ഗണേഷ് കുമാറിന്റെ ഒന്നും അല്ല, അത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പണ്ട് മുതലുള്ള ചാനലാണ് എന്നാണ് നമ്മൾ പറയാറ്. അതെന്തുകൊണ്ടാ? അയാളുടെ വീഡിയോയ്ക്ക് റീച്ച് ഉള്ളത് കൊണ്ടാ. അപ്പോൾ KC വേണുഗോപാൽ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ചാനൽ മൈക്കുകൾ കൊണ്ടുപോയി കുത്താൻ നേരം എന്റെ ദേഹത്ത് മൈക്കൊന്നും കുത്താൻ പറ്റില്ല, മാറി നിൽക്കാൻ അങ്ങോട്ട്, കടക്ക് പുറത്ത് എന്ന് പറയാത്തതാണ് ജനാധിപത്യത്തിന്റെ നാലാം തൂണുകളായി മാധ്യമങ്ങളെ അദ്ദേഹം അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. അപ്പൊ അദ്ദേഹം ഒരു പരിപാടിക്ക് പോവുകയാണ്. ഇനി സാധാരണഗതിയിൽ ഞാൻ പറയട്ടെ, കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കുന്നു, പുതിയ ബില്ല് ഭേദഗതി ചെയ്ത് അവതരിപ്പിക്കുന്നു. സാധാരണക്കാരായ തൊഴിലാളി വർഗത്തിന്, തൊഴിലുറപ്പുകാർക്ക് ഒരുപാട് സന്ദേഹങ്ങൾ ഉണ്ടാവും. ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമോ? എന്താണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത്? ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ആ നാട്ടിലെ പാർലമെന്റ് അംഗത്തിനാണ്. ഞാനിപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ 20 ലോക്സഭയിലേക്കുള്ള BJP പ്രതിനിധി അടക്കമുള്ള പാർലമെന്റ് അംഗങ്ങളും അവരവരുടെ മണ്ഡലങ്ങളിലെ തൊഴിലുറപ്പുകാരെ വിളിച്ചുകൂട്ടി ഈ വിഷയത്തിന്റെ യഥാർത്ഥ ചിത്രം അവർക്ക് പറഞ്ഞു. രാവിലെ 60-70 വയസ്സുള്ള അമ്മമാർ വരെ ഈ തൊഴിലുറപ്പിന് പോകുന്നു. ഇവർക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും ചാനലിന് മുന്നിലും ഒന്നും കുത്തിയിരിക്കാൻ സമയം ഉണ്ടാവില്ല. ഈ ജേർണലിസ്റ്റുകളുടെ ഭാഷയിൽ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പൊ അവരോട് നേരിട്ട് പോയി കണ്ട് ഒരു കൂട്ടം ആളുകളോട് പറയാണ്, എനിക്കറിയാം നിങ്ങളുടെ ബുദ്ധിമുട്ടറിയാം, ഇതുകൊണ്ടാണല്ലോ പല കാര്യങ്ങളും നടക്കുന്നത്, നമ്മൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങൾ അവരെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഇനി ഈ വിമർശനത്തോടെ നോക്കുന്ന നിങ്ങളൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മൈക്ക് കണ്ടു, അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന വാഴയില കണ്ടു, അതിലെ കപ്പ കണ്ടു, അതിൽ കാന്താരി ചമ്മന്തിയാണോ വറ്റുമുളക് ചമ്മന്തിയാണോ എന്ന് വരെ ലെൻസ് വെച്ച് നിങ്ങൾ പരിശോധിച്ചു. ആ പാത്രത്തിലേക്ക് നീളുന്ന കുറെ കൈകൾ നിങ്ങൾ കണ്ടില്ലേ? അതല്ലേ ഏറ്റവും വലിയ സോഷ്യലിസം അല്ലേ? ഒരു ജനപ്രതിനിധിയുടെ, ഒരു മുൻ മന്ത്രിയുടെ, കോൺഗ്രസിന്റെ ഉന്നതാധികാരത്തിരിക്കുന്ന ഒരു നേതാവിന്റെ പാത്രത്തിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾക്ക് കൈയിട്ട് വാങ്ങി കഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടെങ്കിൽ അതല്ലേ ഈ നാട്ടിൽ വേണ്ടുന്നേ? അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ചിത്രം എന്താ? നിങ്ങൾ പറയുന്നത് എന്താ? MLA ബോർഡ് വണ്ടിക്ക് മുന്നിൽ കയറിയാൽ, MP ബോർഡ് വണ്ടിക്ക് മുന്നിൽ കയറിയാൽ പിന്നെ AC ഇട്ട കാറിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും ജനങ്ങളെ പരിപാടിയിൽ വെയിറ്റ് ചെയ്യിപ്പിച്ചിരിക്കണം. നിങ്ങളെ കാണാൻ വരുന്ന ജനങ്ങളെ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റില്ല, നിങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ സംസാരിക്കണം. ഇതാണോ ജനാധിപത്യം? ഇതല്ലെന്നേ ജനാധിപത്യം. സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്നതാണ് ജനാധിപത്യം. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ കാട്ടിക്കൊടുക്കുന്നത് തന്നെയാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിൽ അസ്വസ്ഥരായിട്ട് ഒരു കാര്യമില്ല. ഇവരിത് തുടരുക ചെയ്യും. മുൻകാലങ്ങളിൽ ഇത് തുടർന്നിട്ടുണ്ട്. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു എന്ന് വിചാരിച്ച് അതിൽ നിന്ന് ഇവരാരും മാറി നിൽക്കാനും പോകുന്നില്ല. ഇടത് സൈബറിടങ്ങളും BJP സൈബറിടങ്ങളും മാത്രമല്ല, കോൺഗ്രസിന്റെ ചില കുരുട്ടുബുദ്ധികൾ നേതൃത്വം കൊടുക്കുന്ന സൈബറിടങ്ങളും ഇതിനെ ട്രോളാൻ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇതാണ് യഥാർത്ഥ ജനാധിപത്യം. എല്ലാ നേതാക്കന്മാരും ഇവരെ പോലെ, KC വേണുഗോപാലിനെ പോലെ, VD സതീശനെ പോലെ, ചാണ്ടി ഉമ്മനെ പോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരണം, ജനങ്ങളിലേക്ക് ഇറങ്ങി വരണം. അതെ, ഈ വിമർശിക്കുന്നവർ ശരിക്കും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. KC വേണുഗോപാൽ മാറി നിൽക്കട്ടെ, പക്ഷെ ചുറ്റുമുള്ള സ്ത്രീകൾ വളരെ നാച്ചുറൽ ആയിട്ട്, എനിക്കൊന്നു ഒരു പാവപ്പെട്ട സ്ത്രീകൾ, ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അവരെ പറഞ്ഞ് അഭിനയിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിനയിപ്പിച്ചാൽ തന്നെ ഈ ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കും പറയില്ല, അതുപോലെ ഇരിക്കും. ഒരാളെയോ രണ്ടുപേരെയോ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ അതിനകത്ത് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ വരണമെന്നൊരു റീലുണ്ട്, പാപ്പിയപ്പച്ച സിനിമയിൽ പറയുന്ന റീല്, അത് ചേർത്ത് വെച്ച റീലായിരുന്നു അതിന് വേണ്ടിയിരുന്നത്. ആ റീൽ വന്നിട്ടില്ല, കാരണം അതിനുള്ള സ്കോപ്പ് ആ സ്ത്രീകൾ കൊടുത്തിട്ടില്ല. കാരണം അവരുടെ മനസ്സിൽ ഭയങ്കരമായ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഭയഭക്തി ബഹുമാനമൊന്നും അല്ല അവിടെ. ബഹുമാനമൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് ഞങ്ങളിൽ ഒരാൾ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നു. ഇനി KC വേണുഗോപാൽ ഒരു ലുങ്കി കൊടുത്ത് പോകണമെന്നായിരുന്നു ഇവർ പറയുന്നത്. വെള്ളം ഉണ്ടഴുക്കാകും. അപ്പൊ KC വേണുഗോപാൽ ലുങ്കി കൊടുത്തിട്ടാണ് പോയിരുന്നെങ്കിലോ? ഇപ്പൊ VD സതീശൻ പാമ്പ് പിടിച്ചോ കോഴിക്കോട് നടക്കാൻ പോയപ്പോൾ നിക്കർ ഇട്ടുകൊണ്ട് പോയി. അയാള് കയ്യെ കിട്ടിയൊരു നിക്കർ, ചിലപ്പോൾ ഡ്രൈവറെ വിട്ടങ്ങാണോ നിക്കർ മേടിപ്പിച്ചത്. ഇപ്പൊ ട്രൗസർ, അതിന്റെ കളറ് കാക്കി കളറായി പോയി. അതിന് വന്ന ട്രോൾ എന്താ? RSSന്റെ നിക്കറാണല്ലേ ഇയാൾ മുണ്ടിനടിയിൽ ഇടുന്നതെന്നാ.
അപ്പൊ ഈ പുള്ളി പാമ്പ് പിടിച്ചോണ്ട് ഒരു കയ്യിൽ മേടിച്ചോണ്ട് പോവാണ്. അപ്പൊ മണ്ഡലകാലമാണ്. അപ്പൊ ഈ ഡ്രൈവറോ ഈ അങ്ങനെ പോയി വാങ്ങിക്കൊണ്ടുവരുന്ന ലുങ്കി അവത്തവശ വല്ല കറുപ്പോ അല്ലെങ്കിൽ കാവ്യോ ആയി പോയാൽ സംഘീവൽക്കരിക്കത്തില്ലേ പുള്ളിയെ? അപ്പൊ അദ്ദേഹത്തെ KC വേണുഗോപാലിനെ ലുങ്കി എടുത്ത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഒരു ചിത്രം പോലും കണ്ടിട്ടില്ല. ഇപ്പൊ VD സതീശൻ, ക്ഷമിക്കണം, VS അച്യുതാനന്ദൻ ലുങ്കി എടുത്ത ചിത്രം കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ലുങ്കി എടുത്ത, ഈ പിണറായി വിജയന്റെയോ KC വേണുഗോപാലിന്റെയോ ഒന്നും ഒരു ലുങ്കി എടുത്ത ചിത്രം നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പാന്റും കോട്ടിൽ നിൽക്കുന്നുണ്ട്, പാന്റ് സൂട്ട് ഇട്ട് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പൊ VD സതീശൻ ഇപ്പൊ ട്രൗസർ ഇട്ട് നടക്കുന്ന 3/4 ഇട്ട് നടക്കുന്ന ഫോട്ടോസൊക്കെ കിട്ടും. KC വേണുഗോപാലിന്റെ അങ്ങനെ ഒന്നും ഇല്ല. പുള്ളി നാട്ടിൽ ഉടുക്കുന്നത് സ്വതസിദ്ധമായ മുണ്ടും ഷർട്ടുമാണ്, ഖദറാണ് ഉടുക്കുന്നത്. ആ വേഷത്തിലാണ് പുള്ളി പോയത്. അല്ലാതെ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്ത്. എനിക്കിപ്പം ഈ ട്രോളിയ മാതൃഭൂമിയോട് എനിക്ക് പറയാനുള്ളത്, പണ്ട് നിങ്ങളൊരു കൊയ്ത്തുത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഓർമ്മയുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ഒരു കൊയ്ത്തുത്സവത്തിന് P2C എടുക്കുന്നു, എടുത്തിട്ട് പെട്ടെന്ന് തിരിയും, അയ്യോ സനീഷ് അല്ലേ ഇത്, ഓർമ്മയുണ്ടോ? സനീഷല്ലേ? സനീഷല്ലേ ഇത്? സനീഷ് ഇങ്ങനെ കൊയ്യുന്നിടത്തുനിന്ന് DYFI സനീഷ് ഇങ്ങനെ എന്തുണ്ട് വരുമ്പോ ലേപ്പിൾ മൈക്ക് കുത്തിയൊക്കെ ഇവിടെ ചാനലിന്റെ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഇത് അങ്ങനൊന്നും അല്ല. ഒരു ചാനലുകാരൻ വരുന്നു, പെട്ടെന്ന് തൊഴിലുറപ്പുകാരോട് സംസാരിച്ച് വരുമ്പം അവർക്കിടയിൽ KC വേണുഗോപാൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നു. അങ്ങനൊന്നും അല്ലല്ലോ. പുള്ളി നേരെ വന്നു, അവരുടെ ഇരുന്നു, കിട്ടിയ സ്ഥലത്തിരുന്നു, കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഫുഡ് കൊടുക്കുന്ന സമയമായിരുന്നു, സ്നേഹത്തോടെ ഫുഡ് വിളമ്പി അദ്ദേഹം അത് കഴിച്ചു. അദ്ദേഹത്തിന്റെ പാത്രത്തിൽ നിന്ന് പലരും എടുത്ത് കഴിച്ചു. എന്തിനാ നിങ്ങൾ ഈ ട്രോളി ഇതിനെ ഇങ്ങനെ വലിയ മഹാസംഭവമാക്കുന്നത്? ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ KC വേണുഗോപാലിന്റെ പ്രൊഫൈലായാലും മറ്റു പ്രൊഫൈലുകളിലായാലും ഇത് മാത്രമൊന്നുമല്ല, അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മുഴുവൻ അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇന്നിന്റെ കാലത്ത് മാതൃകയാക്കപ്പെടേണ്ടവയെ മാതൃകയാക്കി തന്നെ പോണം. അതുകൊണ്ട് ദയവേത് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് ഇടത് സൈബർ ഇടങ്ങൾക്ക് നല്ലത്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടി പറയാം. അദ്ദേഹം ഇനി നാട്ടിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇതുപോലുള്ള പുത്തൻ ആശയങ്ങളുമായിട്ട് ഇറങ്ങും. ഇനിയും ഇത് തുടരുക തന്നെ ചെയ്യും. അദ്ദേഹം മാത്രമല്ല, മറ്റു പലരും അതേ രീതിയിൽ തന്നെ പോകും. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് സ്വീകാര്യതയുണ്ടാവൂ. മണിമേടകളിൽ അധികാരത്തിന്റെ ദണ്ഡം പിടിച്ചിരിക്കുന്ന, ചില്ലുമേടകളിൽ ഇരിക്കുന്ന നേതാക്കന്മാരുടെ കാലം കഴിഞ്ഞു സാറേ. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന, അവരെ ഭരിക്കുന്നവരെ അല്ല, അവർക്കൊപ്പം നിന്ന് ആ നാടിനെ നയിക്കുന്നവരെയാണ് ജനങ്ങൾക്ക് ആവശ്യം. അത് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കും.